ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽ പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങളിലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാമെന്നും ഗ്രാഫ് തന്നാൽ പോളിനോമിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും പഠിച്ചു. അതേ മെത്തേഡ് തന്നെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എക്സ് സ്ക്വയർ. ഇവിടെ കൃതി അഥവാ ഡിഗ്രി 2 ആണ്. അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ പോളിനോമിയലിനകത്ത് ഒരൊറ്റ പദം മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറയാം. 3x² + 9. ഇവിടെ ഇതും കൃതി 2 ആണ്, ഡിഗ്രി 2 ആണ്. ഇതിനകത്ത് 2 പദങ്ങളുണ്ട്, 2 ടേംസ് ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. x² + 4x + 4. ഇതിനകത്ത് 3 ടേംസ് ഉണ്ട്. കൃതി അഥവാ ഡിഗ്രി 2 ആണ്. ഇവിടെ ഒരു ടേം ഉണ്ട്, എക്സ് ഉള്ള ടേം, അതിൻ്റെ ഡിഗ്രി 1 ആണ്, കൃതി 1 ആണ്. പക്ഷെ നമ്മൾ ഈ പോളിനോമിയലിൻ്റെ കൃതി പറയുമ്പോൾ ഏറ്റവും വലിയ കൃതി, ഏറ്റവും വലിയ ഡിഗ്രിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും വലുത് 2 ആയതുകൊണ്ട് ഇതൊരു 2ാം കൃതി ബഹുപദമാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പം ഞാൻ 3 വ്യത്യസ്ത എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളായ x² ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോളിനോമിയൽ p(x) = x² എന്ന് എടുത്തു. അപ്പോൾ എക്സിന് നമ്മൾ പല വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എക്സിന് നെഗറ്റീവും പോസിറ്റീവും 0യും എല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ -3, -2, -1, 0, 1, 2, 3 ഇത്രയും വാല്യൂസ് ഞാൻ p(x) കണ്ടുപിടിക്കാനായിട്ട് എക്സിന് ഇട്ട് കൊടുക്കുകയാണ്. -3യുടെ സ്ക്വയർ, -3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. -2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, 0യുടെ സ്ക്വയർ 0, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. അപ്പോൾ ഈ എല്ലാ വാല്യൂസും വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് വരയ്ക്കണം. നമുക്കറിയാം ഇതിൽ എക്സിൻ്റെ വാല്യൂസും ഇത് p(x)ൻ്റെ വാല്യൂസുമാണ് കൊടുക്കേണ്ടത്. ഇനി എക്സിന് -3 കൊടുത്തപ്പോൾ p(x) 9 ആണ്. അപ്പോൾ എക്സിന് -3 കൊടുക്കാം. എക്സിന് -3 എന്ന് പറയുന്നത് ഇതാണ്. എക്സിന് -3 എടുക്കുമ്പോൾ p(x) 9. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് വരച്ചിരിക്കുന്നത്. അപ്പം 9ൽ -3യുടെ നേരെ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 9ൻ്റെ നേരെ, ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് 9. ഇനി എക്സിന് -2 കൊടുക്കുമ്പോൾ p(x) 4 ആയിരിക്കണം. എക്സിന് -2 കൊടുക്കുമ്പോൾ p(x) 4. സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. പെർപെൻഡിക്കുലർ ആയിട്ട് 4 മാർക്ക് ചെയ്തു. ഇനി എക്സിന് -1 കൊടുക്കുമ്പോൾ p(x) 1. എക്സിന് -1 കൊടുക്കുമ്പോൾ p(x) 1. ഇനി അടുത്തത് എക്സിന് 0 കൊടുക്കുമ്പോൾ p(x) 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്, ഈ മീറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ p(x) 1 ആണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ p(x) 4. സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് നേരെ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുക. എക്സിന് 3 കൊടുക്കുമ്പോൾ p(x) 9. ഇനി നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ചല്ല വരയ്ക്കേണ്ടത്, കാരണം ഇതിനിടയ്ക്കെല്ലാം വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമുക്ക് എടുത്ത് മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജിയോജിബ്രയിലൊക്കെ ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ കേർവ്ഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സ്കെയിൽ യൂസ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ p(x) = x² ഗ്രാഫ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഒരു യു ഷേപ്പിലുള്ള ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫ്. അപ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ്, താഴേക്കും വേണമെങ്കിൽ തുറന്നിരിക്കാം, അങ്ങനെയും ഗ്രാഫ് വരാം.
അപ്പോൾ നമുക്ക് പേജ് നമ്പർ 221 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട്, നമുക്ക് പോളിനോമിയലാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഗ്രാഫ്സ് ഓഫ് സം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ആദ്യത്തെ ഇതാണ് ഗ്രാഫ്, ഇതാണ് ഇതിൻ്റെ പോളിനോമിയൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഗ്രാഫിൽ നിന്ന് കാണുമ്പോഴേ മനസ്സിലാകും, ഇത് പി ഓഫ് എക്സ് ആണ്, ഇത് എക്സ് ആണ്. പി ഓഫ് എക്സ് 3 വന്നിട്ടുണ്ട്. 3 ഈ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് എക്സിലും പി ഓഫ് എക്സിലും ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് എടുക്കുകയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ പി ഓഫ് എക്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് 3 എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 3 ആണ്. അങ്ങനെ നമുക്ക് ടേബിൾ ഉണ്ടാക്കാം. എക്സും പി ഓഫ് എക്സും, എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 3 എന്ന് കിട്ടി. ഇനി ഈ 1 നോക്കിക്കേ, ഈ 1 എന്ന് പറയുന്നത് എക്സിലാണ് കിടക്കുന്നത്, എക്സിൻ്റെ വിലകൾ കിടക്കുന്നിടത്ത്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. ഇനി അടുത്ത് ഈ പോയിന്റ് 3 എന്ന പോയിന്റ്, അതും എക്സിലാണ് കിടക്കുന്നത്, എക്സിൻ്റെ വിലകൾ കിടക്കുന്നിടത്ത് ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ എക്സിന് 3 ആയിരിക്കും, പി ഓഫ് എക്സിന് 0 ആയിരിക്കും. നമുക്ക് 3 വാല്യൂസ് മതി ഒരു ഗ്രാഫിൽ നിന്ന് പോളിനോമിയൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കാം. നമുക്കറിയാം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c ആണ്. ഇവിടെ എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് 0 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു 3 എന്ന് എഴുതാമല്ലോ. ഇനി എക്സിന് 0 ഇട്ട് കൊടുത്തേ. ഇപ്പോൾ a ഇൻറ്റു 0² പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c ഈക്വൽ ടു 3 എന്ന് എഴുതാമല്ലോ. 0² 0 ആണ്, a ഇൻറ്റു 0 0, b ഇൻറ്റു 0 0, ലാസ്റ്റ് c ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ വാല്യൂ എടുക്കാം. എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് 1 ആണ് 0. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 0. ഇനി എക്സിന് 1 ഇട്ട് കൊടുത്തേ. അപ്പോൾ a ഇൻറ്റു 1² പ്ലസ് b ഇൻറ്റു 1 പ്ലസ് c ഈക്വൽ ടു 0. 1² 1 ആണ്, 1 ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു ബി പ്ലസ് സിയുടെ വാല്യൂ നമുക്കിവിടെ 3 എന്ന് കിട്ടി. അപ്പോൾ പ്ലസ് 3 ഈക്വൽ ടു 0. അല്ലെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു -3 എന്ന് എഴുതാമല്ലോ. പ്ലസ് 3 അപ്പുറത്തേക്ക് പോയത്, അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി മൂന്നാമത്തെ വാല്യൂ നോക്കുക. എക്സിന് 3 ആയപ്പോൾ പി ഓഫ് 3 0 ആണ്. പി ഓഫ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. എക്സിന് 3 ഇട്ട് കൊടുക്കുക. a ഇൻറ്റു 3² പ്ലസ് b ഇൻറ്റു 3 പ്ലസ് c ഈക്വൽ ടു 0. 3² 9 ആണ്, 9a പ്ലസ് 3b പ്ലസ് c ഈക്വൽ ടു 3 എന്ന് കിട്ടിയായിരുന്നു, ഈക്വൽ ടു 0. അല്ലെങ്കിൽ 9a പ്ലസ് 3b ഈക്വൽ ടു -3 എന്ന് എഴുതാം. നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചും കൂടെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് എഴുതാം. അതായത് 9ഉം 3ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 3യുടെ ടേബിളിലുണ്ട്, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3a പ്ലസ് 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1b എന്ന് പറഞ്ഞാൽ b തന്നെയാണ്, ഈക്വൽ ടു -1 എന്ന് എഴുതാം. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തു. ഇനി സെക്കൻഡും തേർഡും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. 3a പ്ലസ് b ഈക്വൽ ടു -1 എന്നുള്ള തേർഡ് ഇക്വേഷനും എ പ്ലസ് ബി ഈക്വൽ ടു -3 എന്നുള്ള സെക്കൻഡ് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ബി രണ്ടും ബി ആണ്, സെയിം സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. ബി മൈനസ് ബി ക്യാൻസൽ ആയിപ്പോവും. 3a മൈനസ് എ എന്ന് പറയുന്നത് 2a ആണ്, ഈക്വൽ ടു -1 മൈനസ് -3. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. -1 മൈനസ് -3 എന്ന് വരും. ഈ രണ്ട് നെഗറ്റീവ് ചേർന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ -1 പ്ലസ് 3 എന്ന് പറയും. അപ്പോൾ അത് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2a ഈക്വൽ ടു 2 എന്ന് കിട്ടി. അല്ല a ഈക്വൽ ടു 2/2, ദറ്റ് ഈസ് 1. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂയും കിട്ടും. അതായത് a പ്ലസ് ബി ഈക്വൽ ടു -3 ആണ്. എക്ക് 1 ഇട്ട് കൊടുക്കുക. 1 പ്ലസ് ബി ഈക്വൽ ടു -3, അല്ലെ ബി ഈക്വൽ ടു -3. ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി, -4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്താണ്?
പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എയുടെ വാല്യൂ 1 ആണ്. 1x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ തന്നെ. ബി മൈനസ് 4x സി പ്ലസ് 3. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒന്നാമത്തെ ഗ്രാഫിൻ്റെ പോളിനോമിയൽ. ഇനി നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെയും ചെയ്യാം. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. പി ഓഫ് എക്സിന്റെ സ്ട്രെയിറ്റ് ലൈനിൽ 4ൽ കൂടെ ഗ്രാഫ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4 ആണ്. ആദ്യത്തെ വാല്യൂ നമുക്ക് അങ്ങനെ എഴുതാം. രണ്ടാമത്തത് എക്സിന്റെ സ്ട്രെയിറ്റ് ലൈനിൽ 1ൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. അടുത്തത് 2x-ൽ 2a കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. നമുക്ക് 3 വാല്യൂസും മതി. അല്ലാതെ നാലാമത്തെ വാല്യൂ നമുക്ക് എടുക്കാം. ഈ 3ൽ നിന്ന് 4ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4 ആണ്. നമുക്ക് ആ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 3 വാല്യൂസും മതി. പിന്നെ സീറോസ് ഉള്ളത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും സോൾവ് ചെയ്യാൻ എളുപ്പവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ജനറൽ ഫോം എന്താണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. ഇപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 ആണ് 4. ആദ്യത്തെ വാല്യൂ പി ഓഫ് 0 ഈക്വൽ ടു 4 എന്ന് എഴുതാം. അപ്പോൾ എ ഇൻറ്റു 0 സ്ക്വയർ, എക്സിന് 0 ആണല്ലോ ഇട്ട് കൊടുക്കേണ്ടത്, പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു 4. ഇതും 0 ആണ്, ഇതും 0 ആണ്. ബാക്കി സി മാത്രമേ ഉള്ളൂ. സിയുടെ വാല്യൂ 4 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 ആണ് 0. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എ ഇൻറ്റു എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു 0. 1 സ്ക്വയർ 1 തന്നെയാണ്. 1 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി 4 ആണ് നമുക്ക് കിട്ടി. 4 ഈക്വൽ ടു 0. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്ന് എഴുതാമല്ലോ. അത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഇനി മൂന്നാമത്തെ വാല്യൂയിലേക്ക് പോവാം. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് 2 0 ആണ്. അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എ ഇൻറ്റു എക്സിന് 2 ഇട്ട് കൊടുക്കുക. 2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് സി ഈക്വൽ ടു 0. 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 4a പ്ലസ് 2b പ്ലസ് സി 4 ആണ് നമുക്ക് കിട്ടി, ഈക്വൽ ടു 0. അല്ലെ 4a പ്ലസ് 2b ഈക്വൽ ടു -4 എന്ന് എഴുതാമല്ലോ. ഈ 4ഉം 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ 2a പ്ലസ് ബി ഈക്വൽ ടു -2 എന്ന് എഴുതാം. അത് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇപ്പോൾ 2a പ്ലസ് ബി ഈക്വൽ ടു -2 എന്നുള്ള മൂന്നാമത്തെ ഇക്വേഷനും എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാം. ഇവിടെ ബിയും ബിയും ആണ്. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്താലേ ആ ബി ക്യാൻസൽ ആയി പോകത്തുള്ളൂ. ഇപ്പോൾ 2a മൈനസ് എ എന്ന് പറയുന്ന എ ഈക്വൽ ടു -2, ആദ്യത്തെ -2 മൈനസ് -4. അപ്പോൾ -2 പ്ലസ് 4 ആയല്ലോ. -2 പ്ലസ് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ എയും സിയും ആയി. ഇനി എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്നുള്ള ഇക്വേഷനകത്ത് എയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. എ 2 ആണ്. 2 പ്ലസ് ബി ഈക്വൽ ടു -4, അല്ലെ ബി ഈക്വൽ ടു -4. ഈ +2 അപ്പുറത്ത് പോകുമ്പോൾ -2 ആയി. അതായത് -6 എന്ന് കിട്ടി. അപ്പോൾ എയും ബിയും സിയും കിട്ടി. അപ്പോൾ നമ്മുടെ പോളിനോമിയലിലേക്ക് ഇട്ട് കൊടുക്കുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് നമ്മുടെ പോളിനോമിയൽ. എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. 2x സ്ക്വയർ, ബിയുടെ വാല്യൂ -6 എന്ന് കിട്ടി. അപ്പോൾ -6x പ്ലസ് 4. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇനി അടുത്ത മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ. ഇവിടെ താഴേക്കാണ് തുറന്നിരിക്കുന്നത്. പി ഓഫ് എക്സിൻ്റെ ഈ വെർട്ടിക്കൽ ലൈനിൽ -3ൽ കൂടെ ഗ്രാഫ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം പി ഓഫ് എക്സിന് -3 ആണ്. എക്സിന് എന്ത് കൊടുക്കുമ്പം 0 കൊടുക്കുമ്പോൾ.
ഇനി രണ്ടാമത്തെ വാല്യൂ എക്സിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ 1 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. അടുത്ത വാല്യൂ എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. 3 വാല്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ജനറൽ ഫോം ആദ്യം എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 ആണ് -3. പി ഓഫ് 0 ഈക്വൽ ടു -3. ഇപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുക. എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു -3 എന്ന് എഴുതാം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 0 ആണ്. പിന്നെ സി ഈക്വൽ ടു -3 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 ആണ് 0. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 0. അതായത് എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാം. 1 സ്ക്വയർ 1 തന്നെയാണ്. 1 ഇൻറ്റു എ, ബി ഇൻറ്റു 1 ബി പ്ലസ് സി. സിയുടെ വാല്യൂ -3 ആണ്. അപ്പോൾ -3 ഈക്വൽ ടു 0. അല്ല എ പ്ലസ് ബി ഈക്വൽ ടു -3 അപ്പുറത്ത് പോകുമ്പോൾ +3. രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കിട്ടി. ഇനി മൂന്നാമത്തേലേക്ക് നോക്കാം. എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് 3 0 ആണ്. പി ഓഫ് 3 ഈക്വൽ ടു 0. അതായത് എ ഇൻറ്റു എക്സിന് 3 കൊടുക്കുക. 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് സി ഈക്വൽ ടു 0. 3 സ്ക്വയർ 9 ആണ്. സോ 9a പ്ലസ് 3b -3 ഈക്വൽ ടു 0. സിയുടെ വാല്യൂ -3 ആണ്. അപ്പം 9a പ്ലസ് 3b ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഇതെല്ലാം 3യുടെ ടേബിളിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3a പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതാം. ഈ രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും ബി ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താലേ ബി ക്യാൻസലായി പോകത്തുള്ളൂ. 3a മൈനസ് എ എന്ന് പറയുന്നത് 2a ആണ്. 2a ഈക്വൽ ടു 1 - 3 അതായത് -2. ഓർ എ ഈക്വൽ ടു -2/2 അതായത് -1. ഇനി ബിയുടെ വാല്യൂ കാണാൻ വേണ്ടി a പ്ലസ് ബി ഈക്വൽ ടു 3 എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 3. ഇതിൽ എക്ക് -1 ഇടുക. -1 പ്ലസ് ബി ഈക്വൽ ടു 3. അല്ലെ ബി ഈക്വൽ ടു 3 -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആയി. 3 + 1 ഈക്വൽ ടു 4. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടി. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് സി എന്ന ജനറൽ ഫോമിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ a -1 ആണ്. -1x², b 4x, c -3. അല്ല ഇതിനെ ഈ 1 എവിടെ എഴുതണമെന്നില്ല. -x² പ്ലസ് 4x -3 എന്ന് എഴുതാം. ഇനി ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച എന്താണ്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എ ഒരിക്കലും 0 ആകാൻ പാടില്ല. എ 0 ആയാലും പിന്നെ ബി മാത്രം ആവുമല്ലോ. ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് സി. ഇവിടെയും എ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇനി തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോം പി ഓഫ് എക്സ് ഈക്വൽ ടു ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് ഡി. ഇവിടെയും എ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടേ വരത്തുള്ളൂ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒരു കേർവ്ഡ് ഷേപ്പിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഇരിക്കുന്ന രീതിയിൽ വരും. പക്ഷെ തേർഡ് ഡിഗ്രി പോളിനോമിയലിന് അങ്ങനെ ഒരു ജനറൽ ഫോമാറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഗ്രാഫ് പല രീതിയിൽ വരാം. അതായത്
ദാ ഈ ഒരു രീതിയിൽ വരാം, പിന്നെ ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഒരു ജനറൽ ഫോമാറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കാനോ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഉണ്ടാക്കാനോ നമ്മളോട് ചോദിക്കുന്നില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ അത് പഠിക്കുന്നില്ല. ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.